ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന 2 റെസിപ്പീസാണ്. ആദ്യം ഞാനൊരു ബീൻസ് തോരൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ദാലിൻ്റെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബീൻസ് തോരന് വേണ്ടി ഞാനൊരു 250 ഗ്രാംസ് ഫ്രഞ്ച് ബീൻസ് ചെറിയ പീസസായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഒരു മിക്സീൻ്റെ ജാറിൽ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു 2-3 ചെറിയ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിത് വെള്ളം ചേർക്കാതെ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങാ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് കടുകും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ബീൻസ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ലിഡ് തുറന്നു. ബീൻസ് നന്നായി വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം വറ്റാൻ വേണ്ടി ബാക്കിയുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിക്സ്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബീൻസ് തേങ്ങേൻ്റെ മേലെ ഇട്ട് നമുക്കതൊന്ന് കവർ ചെയ്യാം. ഇത് ഫ്ലേവർ ലോക്ക് ചെയ്യാനാണ്. ഇനി ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈസി റെസിപ്പിയാണ്. നമ്മളെ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെ ഈസി പീസി ബീൻസ് തോരൻ റെഡി ടു സെർവ്. അപ്പം ഞാനിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ദാൽ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് ദാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 250 ml കപ്പാണ്. ഞാനിവിടെ മസൂർ ദാലാണ് എടുക്കുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ തൂർ ദാൽ യൂസ് ചെയ്യാം. ദാൽ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം പീസസിൽ കട്ട് ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ചെറിയ പച്ചമുളകാണ്, അതുകൊണ്ടാണ് 3 എണ്ണം എടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുക്കറിൻ്റെ വിസിൽ ക്ലോസ് ചെയ്ത് ഒരു 3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. കുക്കറിൻ്റെ പ്രഷർ ഫുള്ളായിട്ട് മാറുമ്പോൾ നമുക്ക് ലിഡ് തുറന്നു നോക്കാം. പരിപ്പും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ്. ഇതിന് പരിപ്പ് രസം എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ട് പരിപ്പ് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് പരിപ്പിലോട്ട് കടുക് വറുത്തിടണം. ഒരു പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് കടുക്, വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ദാലിലേക്ക് വറുത്തിട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ തിളക്കട്ടെ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം. കഴിക്കാനാകുമ്പം ലിഡ് തുറന്നാൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള ദാൽ റെസിപ്പി റെഡി. ഇത് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും, സ്പെഷ്യലി വൈറ്റ് റൈസിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Until my next video, bye.